അല്ല ഈ സമരേ സമരോ അടുക്കളയിലോ? അല്ല ഈ സമരക്കാരെല്ലാരും കൂടി ഒരു പണി ചെയ്തല്ലോ. ആ പാവം മുതലാളിയുടെ കാറ് രാമൻകുഞ്ഞ് ചെയ്തതാ. എഴുന്നേറ്റ് നിൽക്കാൻ ജീവത്തില്ലാത്ത രാമൻ എങ്ങനെയാ സാറേ? പാവം. നല്ല പാവം. ആ ചുവന്ന കൊടിയൊന്നും അവന്റെ കയ്യിലേക്ക് കൊടുത്തേ. പിന്നെ എവറസ്റ്റ് കയറാൻ പറഞ്ഞ അതുകൂടി കയറും. ഭാര്യയും വേണ്ട, കുട്ടികളും വേണ്ട. ജാനകി കുളിക്കാൻ തോന്നുന്നു. അവളോടൊന്ന് പറഞ്ഞേരെ. നേരെ ചൊവ്വ നിന്നാൽ രാമകുഞ്ഞിനൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. എന്തായിട്ട് വല്ലാത്ത മുളല്. എനിക്കങ്ങനെ ആരോടും പ്രതിബദ്ധത ഒന്നുമില്ല. പിന്നെ പാവങ്ങളെല്ലാം ഓർത്തിട്ടാ. പക്ഷേ സാറിന്റെ ആ പത്തി ഇവിടെ ഏൽക്കില്ല. അവള് നല്ല മൂർച്ചയുള്ള കത്തി തന്നെ എടുക്കും. എന്താടി കളിയാക്കാ? ഈ വേഷത്ര നിസ്സാരായിട്ട് കാണണ്ട ആരും. ഞാനൊന്ന് മനസ്സ് വെച്ചാൽ എന്തും നടക്കും ഇവിടെ. കാണണോ നിനക്ക്? നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? എന്നാടി? അല്ല, ജീപ്പ് ഈ മുറ്റം വരെ വരത്തുള്ള. ആ രാമൻകുഞ്ഞിന്റെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. കേസൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താ? അയ്യേ എന്താ? എന്ത് ഇത് കഴിക്കാൻ പറ്റിയില്ലേ? ഭർത്താക്കന്മാർക്ക് കഴിവില്ലെങ്കിലേ ആ വല വേറെ വല്ലയിടത്തും പിരിച്ചോളണം. എന്റെ ഭർത്താവിന്റെ അടുത്ത് വേണ്ട. നീ ആരെ കുറിച്ചാ പറഞ്ഞത്? എന്ത്? അല്ല ഈ വല വീശുന്ന കാര്യേ. അതിന് നിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഓ അത് അറിഞ്ഞാ മതി. നിങ്ങളുടെ വരവും കത്ത് ഞാൻ ഇനി ഏതൊക്കെ വീട്ടു മുമ്പിൽ കാവൽ നിൽക്കണം? അതേടി ഞാനിത് കേൾക്കണം. ഇവിടെ വന്ന നേരം കൊണ്ട് ഹൈവേയിൽ ഇറങ്ങി 4 വണ്ടിക്ക് അടിച്ച കുശാലായി. എനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ വാങ്ങി കഴിക്കുകയും ചെയ്യാം. അതൊക്കെ ഉപേക്ഷിച്ച് അവിടെ ഉണക്കച്ചോറ് വാരി നിന്നെ വന്ന ഞാനാ തെറ്റിയാരൻ. എന്റെ ഉണക്കച്ചോറ് തിന്നാനാണത്രേ, അല്ലാതെ നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ സൊല്ലാനല്ല. ഓരോരുത്തർ പറയണ കേൾക്കുമ്പോ തൊലി ഒരിഞ്ഞു പോവാ. തൊലി ഒരിഞ്ഞു പോണ ഒരു അസുഖാടി, പാണ്ടിന്റെ അസുഖം. അത് മറച്ചു വെച്ചതല്ല നിന്നെ തന്തന്റെ തലയെ കെട്ടി വെച്ചത്. ആരാരോടെ പറ്റിച്ചത്? തന്ത ചെയ്യുന്ന വൃത്തിയോട് അറിയാതിരിക്കാൻ എന്റെ മോനെ ആരും കാണാത്ത ദൂരത്താക്കി പഠിപ്പിക്കുന്ന തന്റെ വൃത്തിയുടെ സ്വഭാവം ഉണ്ടല്ലോ ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഓടി വരണേ, കണ്ടും പെണ്ണുങ്ങളെ പിടിക്കാൻ നോക്കി ചോദിക്കാൻ ചെന്നപ്പോ ഈ മനുഷ്യൻ എന്നെ തല്ലിക്കൊല്ലുന്നേ. അയ്യോ അയ്യോ, ഇപ്പൊ കാണിച്ചേടാ നിന്റെ പോലീസ് കോൺസാൻഡർ പണി. ഇന്ന് ഞാൻ ശരിയാക്കി തരാടാ. ഭാര്യ കൊല്ലാൻ നോക്കിട്ടാ നിന്റെ കളി ആണോ? ഇതെന്താന്നറിയോ? എന്റെ അടുത്ത് വേഷം കെട്ടെടുത്താലേ ഞാൻ തൂങ്ങിച്ചാവും. വെറുതെ ചാവില്ല, തന്റെ പേരെഴുതി വെച്ചിട്ടേ ചാവും. എന്നാലും എന്റെ ഭഗവതി, ഈ മീൻകറിയുടെ അടുത്തിരിക്കണ സാമ്പാറിന്റെ ഗതി പോലെ ആയാലും എനിക്ക് ഈ തൊലി വെളുത്തോളുമാരെ കാരണം എന്റെ മനസ്സമാധാനം പോയല്ലോ എന്റെ ഈശ്വര. എന്റെ മോനെ ഓർത്തിട്ട്, അല്ലെങ്കിൽ തന്റെ പത്രാസിനെ പണ്ടേ തീർത്തന്നെ.